ദേശശബ്ദം പബ്ലിക്കേഷന്റെ ആഭിമുഖ്യത്തിൽ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. മാഹി ലാമറിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം എ ഗംഗാധരൻ നിർവഹിച്ചു. എഴുത്തുകാരും വായനക്കാരും ആസ്വാദകരും വർദ്ധിച്ചു വരികയാണെന്നും നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ലോകമെമ്പാടും ഇന്നത്തെ അവസ്ഥ അതാണെന്നും കോവിഡിന് ശേഷമാണ് വായനക്കാർ കൂടിയത് എന്നും കഥാകൃത്തിന് പ്രോത്സാഹനം കൊടുക്കണമെന്നും എങ്കിലേ അവർ വളരുകയുള്ളൂ എന്നും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. വിവിധ മേഖലകളിൽ നാടകമായാലും കവിതയായാലും കഥയായാലും എഴുത്തായാലും അരങ്ങിലായാലും ഗാനങ്ങൾ ആലപിക്കുന്നതായാലും അവർക്കെല്ലാം ഒരു തനിമയുണ്ട്. അത് നാട്ടിൻ്റെ തനിമയാണ്. ഈ തനിമ നമ്മൾ നിലനിർത്തുന്നതോടൊപ്പം മറ്റുള്ളവരെ നാം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. അതാണ് നമ്മുടെ അജിത ടീച്ചർ ചെയ്യുന്നത്. അജിത ടീച്ചർ ഒരു അധ്യാപികയായിരുന്നു. അവർ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ വളർത്തി വാർത്തെടുത്തവരാണ്. അതിനുശേഷം അവരിന്ന് സാഹിത്യരംഗത്ത് കാലുവെച്ചിരിക്കുന്നു. അവരുടെ വിജയം അവരുടെ വ്യക്തിപരമായ വിജയം മാത്രമല്ല, അവരെ തുണക്കുന്ന അവരുടെ കൂടെ നിൽക്കുന്ന ധാരാളം കഥാഹൃദയമുള്ള സാഹിത്യകാരന്മാരുടെ സംഘം അവർക്കുണ്ട്. ഇത്രയധികം സാഹിത്യകാരന്മാരെയും സാഹിത്യകാരികളെയും വളർത്തിയെടുക്കാൻ നമ്മുടെ വടക്കേ മലബാറിൽ മറ്റാർക്കും സാധിക്കുന്നില്ല. ചടങ്ങിൽ അനിത മാഹി അധ്യക്ഷത വഹിച്ചു. അജിത കൃഷ്ണ മുക്കാളി ആമുഖ പ്രഭാഷണം നടത്തി. വത്സൻ നെല്ലിക്കോട് മുഖ്യ അതിഥിയായി. ഗംഗാധരൻ, വത്സൻ നെല്ലിക്കോട് എന്നിവർ പുസ്തകാവതരണം നടത്തി. രാജൻ അരുണാലയത്തിന്റെ വിസ്മയം, ശ്രീഭ പുത്തലത്തിന്റെ ആത്മനിവേദനം എന്നീ പുസ്തകങ്ങളാണ് ചർച്ച നടത്തിയത്. ഷാഹുൽ ഹമീദ്, സി കെ രാജലക്ഷ്മി, ശോഭന ശ്രീധരൻ, സോമൻ മാഹി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഗാനാലാപനം, മറ്റ് വിവിധ പരിപാടികൾ നടന്നു. ഗീതാ മോഹൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഇ പ്രമോദ് നന്ദി രേഖപ്പെടുത്തി. ഒരു പബ്ലിക്കേഷനെ സംബന്ധിച്ചിടത്തോളം പൊതുവെ പുസ്തകങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന ഒരു പ്രവൃത്തി മാത്രമാണ് അവരിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുസ്തക പ്രകാശനം ചെയ്യുക, ആ വ്യക്തിയുടെ കഴിവിനെ എത്രത്തോളം നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുമോ അത് നമ്മളെ ദേശത്തെ പബ്ലിക്കേഷൻസിലൂടെ തന്നെ ആവണമെന്ന് കരുതി പലപ്പോഴും നമ്മൾ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു. അവർക്ക് പുസ്തക പ്രകാശനം ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ അവരുടെ പുസ്തകം മറ്റുള്ളവരിലേക്ക് എത്താൻ വേണ്ടി ലൈബ്രറികളിലേക്കും സ്കൂൾ ലൈബ്രറികളിലേക്കും അങ്ങനെ ധാരാളം പ്രവർത്തനങ്ങൾ നമ്മുടെ ദേശത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. ഞാനത് സംസാരിച്ച് നീട്ടിക്കൊണ്ട്